നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന എല്ലാത്തിലും ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. എന്തിനാ നമ്മൾ സഞ്ചരിക്കുന്ന കാറിൽ വരെ ഇപ്പോൾ ഇലക്ട്രിക് മോട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിച്ചിരിക്കുന്ന മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ ജനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൂറായിട്ടുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ പുള്ളിക്കാരൻ ജനിച്ചത്. അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ ഓരോന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു ഇൻവെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, പുള്ളി അതിനെ തിരുത്തിയത് കേട്ടോ. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാനും അറിവ് നേടാനും ഒക്കെ പറ്റും. രാവിലെ സമയങ്ങളിൽ ബുക്ക് സ്പൈറൽ ചെയ്തിട്ടുള്ള പണിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി സമയങ്ങളിലാണ്, ഒഴിവ് സമയത്താണ് ഈ പുള്ളി ഇൻവെൻഷൻസും ക്യൂരിയോസിറ്റിയുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻവെൻഷനിൽ നിന്ന് ഒരു ദിവസം ലൈക്ക് ഒരു കോപ്പർ വയറ് ഒരു ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അതിൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പോഴത്തേക്കും ഈ വയറൊന്ന് അനങ്ങി കേട്ടോ. അന്നാണ് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റിക്ക് ഒരു മോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് ലേറ്റർ ഇയേഴ്സിൽ ഒരു ഇലക്ട്രിക് മോട്ടറായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ എഡ്യൂക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മതി, ജസ്റ്റ് ഒരു സ്പാർക്ക് മതി.